എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാ ഞാൻ വയലിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആരിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആരിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫുലീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസുവിനകത്ത് കടന്നപ്പോഴ. ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് രാവിലത്തെ വീഡിയോയിൽ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ഉമ്മ മരണപ്പെട്ട വിവരം. ആ ഉമ്മ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ട് അദ്ദേഹം കണ്ണൂർ നടത്തിയ ഒരു ഉറൂസ് മുബാറക്കിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ഉമ്മാനെ അനുസ്മരിക്കുന്ന രീതിയിൽ നടത്തിയ ഒരു പ്രഭാഷണം. ഉമ്മാക്ക് വേണ്ടി നൽകിയൊരു പ്രാർത്ഥന. പടച്ച റബ്ബേ, ഇത്രയും മനസ്സിൽ ഉള്ളിൽ കൊള്ളുന്നൊരു പ്രാർത്ഥന, ഉള്ളിൽ കൊള്ളുന്നൊരു വാക്കുകൾ, സ്വന്തം ഉമ്മയെ കുറിച്ചിട്ട് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. നമ്മൾ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാ ഞാൻ വയലിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാ ഞാൻ ഇന്ന് വേദന കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വേദന കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദേ എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഴുതു പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നലുമ്മ. ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്കത് കേട്ടപ്പോ, ആ മരണ വാർത്ത കേട്ടപ്പോ എല്ലാരും എൻ്റെ മുഖത്ത് നോക്കി. എല്ലാവരും എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എൻ്റെ വീട്ടിൽ ഏത് കാര്യത്തിനും ഞാൻ ഉണ്ടാകില്ല. എൻ്റെ വാപ്പാട് ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോൾ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാന്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആരിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആരിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫുലീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസുവിനകത്ത് കടന്നപ്പോഴ. ഉമ്മായ്ക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട്, എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടാ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാ. എനിക്കന്ന് അത്ഭുതമായിരുന്നു.
അത്രയും പാവമായ ആ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. സിറാജ്, ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ ഉമ്മായിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എൻ്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണെന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണ എല്ലാവരും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിട നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാൻ്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത് ആ ഒരു സന്തോഷം കൊണ്ട്. ഇങ്ങനത്തെ ഒരു മകനെ, ഇങ്ങനത്തെ ഒരു മക്കൾക്ക് ജന്മം നൽകിയ ഉമ്മ എത്ര ഭാഗ്യവതിയാണെന്നറിയോ. ഇപ്പോൾ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ഉമ്മ എത്ര പേര് ആമീൻ പറഞ്ഞു. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, ഖാസിം ഉസ്താദിനെ അറിയുന്ന ഒരാളുകൾ, ആ ഉറുസ് മുബാറക്കിൽ പങ്കെടുത്ത ഒരാളുകൾ, സ്വന്തം മക്കൾക്ക് മതപരമായിട്ട് അറിവ് പറഞ്ഞു കൊടുത്താൽ, ഉസ്താദുമാരാക്കിയാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആമീൻ പറയാൻ ഒരുപാട് പേരുണ്ടാവും. പൊന്നുമ്മ, ഞാൻ ഈ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ഉമ്മ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് സിറാജുദ്ദീൻ ഖാസിം. നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ അവരുടെ ഫോട്ടോ ഇട്ട് നമ്മൾ ചോദ്യങ്ങൾ വരെ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഉമ്മ എത്ര ഭാഗ്യവതിയാണ്. അതാണ് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഉമ്മ, ഇങ്ങനത്തെ ഒരു മകനെ കിട്ടിയൊരു ഉമ്മ, ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടിയ മകൻ. നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ മതപരമായിട്ടുള്ള അറിവ് എപ്പോഴും കൊടുക്കണം. അവരെ നമ്മൾ ഉസ്താദുമാരോ അതുമായി ബന്ധപ്പെടുന്ന ആളുകളോ ആക്കിക്കഴിഞ്ഞാൽ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവും. എന്ന് കരുതിയിട്ട് മതപരമായിട്ട് അറിവില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കൂല എന്നല്ല പറഞ്ഞത്. അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ ഉമ്മമാർ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാരുണ്ട്, മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, നമുക്ക് ജന്മം നൽകിയ ആളുകളൊക്കെ മരണപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എനിക്ക് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. വല്ലാത്തൊരു ഹൃദയത്തിലൊരു വേദന തോന്നി. എന്നാൽ അതിന് മുൻപ്, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉമ്മാക്ക് സുഖമില്ല, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് പേരാണ് പ്രാർത്ഥനയുമായിട്ട് വന്നത്. ഈ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ പ്രത്യേകത, അങ്ങനെ ഗ്രൂപ്പിന് അതീതമായ ആളാണ്. APക്ക് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹമൊക്കെ തെക്കൻ വിഭാഗത്തിൽപ്പെട്ട ആ ഭാഗത്തുള്ള ആളുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അംഗീകൃതനായ ഒരു ഉസ്താദാണ്. അള്ളാഹു അതിന് ക്ഷമ നൽകട്ടെ. എന്തായാലും നമ്മളൊക്കെ ഈ ഒരു സമയം നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം.